നമസ്കാരം. MG ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് കൃഷി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് വിത്തുകളൊക്കെ നഴ്സറിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് ഒരു 6 മണിക്കൂർ സ്യൂഡോമോണസിൽ കുതിർത്ത് ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കുക്കുംബറൊക്കെ പിടിച്ച് തീർന്ന് എല്ലാം എടുത്ത് കളയാറായി. അപ്പോൾ ഇനി നമുക്ക് പുതിയതായിട്ട് കുറച്ച് കൃഷി കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെയാണെന്നും അതിന് കൊടുക്കുന്ന വളങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും ഒക്കെ കൂടെ നിങ്ങൾക്ക് കൂടി ഞാൻ ചെയ്യുന്ന രീതികൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടി വന്നോളൂ, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിന്ന് രാവിലെ കുറച്ച് കൃഷി ചെയ്താലോ. അപ്പോൾ അതിന് വേണ്ടുന്ന തടങ്ങളൊക്കെ ഒന്ന് ഒരുക്കി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. തടമെല്ലാം ഒന്ന് വെട്ടി റെഡിയാക്കിയതിന് ശേഷം എന്താണ് ഇവിടെ നടാൻ പോകുന്നതെന്ന് ഞാൻ നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നടാനായിട്ട് എടുത്തിരിക്കുന്നത് കുക്കുംബർ വിത്തും തണ്ണിമത്തൻ്റെ വിത്തുമാണ്. ഇതാണ് തണ്ണിമത്തൻ്റെ വിത്ത്, ഇത് കുക്കുംബറിൻ്റെ വിത്ത്. ഇത് ഞാൻ വളക്കടയിൽ നിന്നല്ല, ഒരു നേഴ്സറിയിൽ നിന്നും ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൈബ്രിഡ് വിത്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് 6 മണിക്കൂർ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി കുതിർത്ത് അതിന് ശേഷം എടുത്തിരിക്കുന്ന വിത്താണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നടാൻ വേണ്ടി ഞാനിപ്പോൾ തടം എടുത്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിൽ എന്തൊക്കെ വളങ്ങൾ ചേർത്ത് കൊടുത്താണ് നടാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചാരമാണ്. ചാരം കുറച്ച് മതി. ഇങ്ങനെ എല്ലാ തരത്തിലും കുറച്ച് ചാരം ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. ഇത് നല്ല പൊട്ടാഷ്യം ഒക്കെ ഉള്ളതാണ് ചാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കുന്നത് ചെടികൾക്കൊക്കെ നല്ലതാണ്, കീടങ്ങളെയൊക്കെ തുരത്താനും എല്ലാം നല്ലതാണ്. ഇനി ഇതിലേക്ക് ഇനി കുറച്ച് എല്ലുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ തടത്തിലും ഇങ്ങനെ ഓരോ കൈ എല്ലുപൊടി നമ്മുടെ ചെടിയൊക്കെ നല്ലതുപോലെ തഴച്ച് വളരാനും നല്ല ആരോഗ്യത്തോടെ നല്ല പുഷ്ടിയായിട്ട് വരാനും വേണ്ടിയാണ് നമ്മൾ ഈ എല്ലുപൊടി ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരേ പിടി വേപ്പിൻ പിണ്ണാക്ക് എല്ലാ തടങ്ങളിലും ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ അടുത്തിന് വിത്ത് നടുന്നത് കൂടി കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഈ വളങ്ങളെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ അടുത്ത പരിപാടി. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വളമെല്ലാം മണ്ണിൽ എല്ലായിടത്തും ആവണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ തണ്ണിമത്തൻ്റെ വിത്താണ് നട്ടു കൊടുക്കാൻ പോകുന്നത്. ഇതിലൊരു 2 or 3 വിത്ത് വീതം വേണമെങ്കിൽ നമുക്ക് വച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടോ, ഇതിൻ്റെ കൂർത്ത ഭാഗം അടിയിലേക്കാക്കിയാണ് നട്ടു കൊടുക്കുന്നത്. ഇങ്ങനെ ഇതിലിപ്പോൾ ഞാൻ 3 വിത്ത് നട്ടിട്ടുണ്ട്. ഇനി നിങ്ങളിത് കഴിഞ്ഞെന്ന് വിചാരിച്ച് പൊക്കളയരുത്. ഇനി കുക്കുംബറിൻ്റെ സീഡ് നടുന്നത് കൂടി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കണം. അതേപോലെ നമ്മൾ
തടം വെട്ടി വളം ചെയ്തു. ഇതായിപ്പോൾ വിത്ത് നട്ടു കൊടുക്കുകയാണ്. കുറച്ച് ചാണകപ്പൊടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ട അപ്പോൾ ഈ തടങ്ങളിലെല്ലാം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് തണ്ണിമത്തൻ നടാനല്ല, നമുക്ക് കുക്കുംബർ നടാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ വിചാരിച്ചാലും നമുക്ക് എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളെല്ലാവരും ഇതേപോലെയൊക്കെ തന്നെ ചെയ്യണം. ഇനി ഇതിലേക്ക് അല്പം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വളമെല്ലാം ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വിത്ത് നടണം. അപ്പം ഞാൻ പിന്നെ ഇത് രണ്ടും ഇങ്ങനെ വെച്ചതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിനകത്തേക്ക് കുക്കുംബറാണ് നടാൻ പോകുന്നത്. അപ്പോൾ കുക്കുംബർ നമുക്ക് പന്തലിട്ട് കൊടുത്താൽ അത് പന്തലിലേക്ക് അങ്ങ് കയറി പൊയ്ക്കോളും. നമ്മുടെ തണ്ണിമത്തൻ അങ്ങ് തറയിലേക്കും അങ്ങ് പടത്താം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഇങ്ങനെ ഇവിടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. രണ്ടും ഒരേപോലെ അങ്ങ് വളർന്ന് പൊയ്ക്കോളും. ഇപ്പോൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഈ വിത്ത് നട്ടു കൊടുക്കാം. കുക്കുംബറിൻ്റെ വിത്താണ് നടാൻ പോകുന്നത്. അപ്പോൾ കുക്കുംബറിൻ്റെ വിത്ത് ഞാനൊരു 3-4 എണ്ണമൊക്കെ വെച്ച് നട്ടു കൊടുക്കും. കാരണം ഇതിൽ എല്ലാ വിത്തുകളും ചിലപ്പോൾ നല്ല ആരോഗ്യത്തോടെ വരത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൽ മോശപ്പെട്ട തൈകളെല്ലാം പിഴുതങ്ങ് മാറ്റിയിട്ട് നല്ല ആരോഗ്യമുള്ള തൈകളാണ് നമ്മളിതിൽ നിർത്തി വളർത്താനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 വിത്ത് വീതം ഇങ്ങനെ ഇതിൻ്റെ കൂർത്ത ഭാഗം അടിയിലേക്ക് വച്ച് നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നട്ട് കൊടുക്കേണ്ടത്. കണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ നമുക്ക് എല്ലാ വിത്തുകളും ഇതുപോലെ തന്നെ നട്ട് കൊടുക്കാം. ഒരല്പം മണ്ണേ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഒരുപാട് കൂടുതലൊന്നും ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്താൽ വിത്ത് ഒരുപാട് ആഴത്തിൽ പോയി കഴിഞ്ഞാൽ വിത്ത് കിളിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഒരല്പം മണ്ണ് അത്രയും മാത്രം മതി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെ ഒരു ലേശം മതി. കണ്ടോ, ഇത്രയും മതി.